എവിടെയായിരുന്നാലും നമ്മൾ ജീവിക്കുന്ന പരിസരം നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് പോലെ ഒരു എഴുത്തുകാരനാണെങ്കിൽ, ഒരു ചിത്രകാരനാണെങ്കിൽ, അയാൾ ഏത് തരത്തിലുള്ള ആളാണെങ്കിലും അതിന് അനുഗുണവും പ്രതികൂലവുമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. ഏതെടുക്കുന്നു എന്നുള്ളതാണ്. കഥകളൊന്നും ഒരിക്കലും അലുവ മുറിച്ച ഒരു കഷ്ണം പോലെ നമ്മുടെ മുമ്പിൽ ഇരിക്കില്ല. തീക്കനൽ പൊള്ളിക്കിടക്കുന്നത് പോലെ നമ്മൾ പൊള്ളിക്കുന്ന ഒരു കോൺക്രീറ്റ് ഒബ്ജക്റ്റ് ആയിട്ട് നമ്മുടെ മുമ്പിൽ ഉണ്ടാവില്ല. നമ്മൾ പലതിൽ നിന്നും സംശയിക്കുന്നതാണ് ഇതെല്ലാം. ഞാൻ ചെറിയ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു കഥയുടെ കാര്യം ഒരു 2 മിനിറ്റ്, അത് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഉത്തരം പറഞ്ഞെങ്കിൽ ശരിയാവില്ല. ഞാൻ MLA ഹോസ്റ്റലിലാണല്ലോ ജോലി ചെയ്യുന്നത്. അപ്പൊ അവിടെ MA സെക്ഷന്റെ അതൊരു എക്സോസ്റ്റ് ഫാൻ പൊട്ടിപ്പോയിട്ട് അതിനകത്ത് കുറെ പ്രാവുകൾ വന്ന് കൂട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവന്മാരുടെ ശല്യം ഭയങ്കരമായപ്പോ എടുത്തു മാറ്റണമെന്നൊരു ആവശ്യം വന്നു. അപ്പൊ ഞാൻ അതിന് ആദ്യം ഒന്നും അത്ര ചെവി കൊടുത്തില്ല. എനിക്കത് വലിയ ശല്യം തോന്നിയില്ല. പക്ഷെ പിന്നെ കുറെ ദിവസം കഴിഞ്ഞപ്പോ കുറച്ചധികം പ്രാവുകൾ വരാൻ തുടങ്ങി. വലിയ ശല്യം തന്നെയാണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ HI യോട് വിളിച്ചു പറഞ്ഞു അത് മാറ്റണം. അപ്പൊ പുള്ളി ഒരാളെയും കൊണ്ട് വന്നു, ഒരു റഫ് ലുക്കുള്ള ഒരാൾ. നമ്മൾ അങ്ങനെയൊക്കെയാണ് ആൾക്കാരെ കാണുന്നത്. ഞാൻ കരുതി പ്രാവുകളുടെ കാര്യം ഇന്നത്തോടൊരു തീരുമാനം ആയി, കഷ്ടം തന്നെ എന്ന് കരുതി. പക്ഷെ അയാള് ആ പ്രാവിനെ എടുക്കാൻ വേണ്ടി 2 ആൾക്കാരും കൂടി അങ്ങോട്ട് പോയി. കുറെ സമയം കഴിഞ്ഞൊരു കസേരയൊക്കെ ഇട്ട് കയറിയിട്ട് തിരിച്ചു വന്ന ആ കോറിഡോറിൽ നിന്നിട്ട് 2 പേരും കൂടെ ഇങ്ങനെ തർക്കിക്കുന്നുണ്ട്, നീ പറ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എന്താണ് സംഭവം? അപ്പോ HI സാറ് പറയാന്ന് HI അയാൾ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പുറത്തേക്ക് ഇറങ്ങിച്ചത് എന്താ സംഭവം? അപ്പൊ അയാൾ പറഞ്ഞു, അയാളൊന്നും മിണ്ടുന്നില്ല. അപ്പൊ ഞാൻ എന്താ കാര്യം പറഞ്ഞോ? അപ്പൊ അയാൾ പറഞ്ഞു, സാർ ആ കൂട്ടിനകത്ത് ഒരുപാട് മുട്ടകളുണ്ട്, അതൊന്ന് വിരിഞ്ഞ് പുറത്തേക്ക് പോയിട്ടത് എടുത്ത് കളഞ്ഞാ പോരെ. ഞാൻ കുറെ സമയം എന്ത് പറയണമെന്ന് അറിയാൻ വയ്യാതെ അയാളെ നോക്കി നിന്നു. രാവിലെ ഞാൻ നമ്മൾ വണ്ടി ഓടിച്ചതിനകത്തേക്ക് പോകുമ്പോ ഈ പുലർച്ചയിലെ അല്ലെങ്കിൽ 10 മണിയിലേക്ക് വെയിലില് ഈ പൂന്തോട്ടത്തിലേക്ക് ഇരുന്ന് ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അതില് പലരെയും ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ്. അതിലൊരാള് ശരിക്കും എനിക്ക് അയാളോട് ഭയങ്കര ബഹുമാനവും ആരാധനയും ഉണ്ട്. അയാള് ശരിക്കും എനിക്ക് തോന്നും അയാൾ ഈ ചെടികളോട് സംസാരിക്കുകയാണോ, ചെടികൾ സമയം കിട്ടുമ്പോഴൊക്കെ അയാളോട് സംസാരിക്കുന്നുണ്ടോ, അത്രയും പ്രാർത്ഥനയോടുകൂടിയാണ് അയാൾ ഇത് ചെയ്യുന്നത്. ഇത് ഒരു കഥയിലേക്ക് വരുന്നത് ഇതല്ല കഥയിലേക്ക് വരുന്നത് ഞാൻ സ്പർശം എന്ന് പറയുന്ന കഥ, ഈ ആലാപനം മാടമ്പിള്ള പോലീസിലെ ആദ്യ കഥ, മിക്കവാറും നമ്മുടെ സുഹൃത്തുക്കളെല്ലാം വായിച്ചിട്ടുള്ള കഥയാണ്. അതിന് നിർമ്മല എന്ന് പറഞ്ഞിട്ട് ഭർത്താവ് മരണപ്പെട്ടു പോയിട്ടുള്ള യൗവനം കഴിഞ്ഞിട്ടില്ലാത്ത ഒരു സ്ത്രീയാണ്. ഭർത്താവ് നട്ടൊരു പ്ലാവാണ് അവർക്ക് അവിടെ ഉള്ളത്. പ്ലാവിന് അവരെ വിട്ടു പോകാൻ പറ്റുന്നില്ല. പ്ലാവിന് എങ്ങോട്ടെങ്കിലും ആ സങ്കടം താങ്ങാതെ ഓടിപ്പോണമെന്നൊക്കെ ഉണ്ട് പ്ലാവ് ഇങ്ങനെ വിചാരിക്കുന്നത്. പക്ഷെ പ്ലാവ് വിചാരിക്കുന്നത് ഞാൻ പോയാൽ പിന്നെ ഇവിടെ ആരാണ് ഇവർക്കൊരു സംരക്ഷണത്തിന്. 2 മക്കളുണ്ട്. ഒരു പെൺകൊച്ച് പ്രണയിച്ച ഒരാളോടൊപ്പം പോയി. ഒരു പെൺകൊച്ചിനെ വളരെ ദൂരെയുള്ള ഒരു പട്ടണത്തിൽ എൻട്രൻസിന്റെ ക്ലാസ്സിനെ ആക്കിയിട്ട് തിരിച്ച് നിർമ്മല എന്ന് പറയുന്ന കഠിനാധ്വാനം ചെയ്ത് കോഴിയെയും പശുവിനെയൊക്കെ വളർത്തി ജീവിക്കുന്ന ആ സ്ത്രീ അവിടെ ചെറിയ വീടിനകത്തേക്ക് വരുമ്പോ അവിടെ ആരുമില്ല, ഏകാന്തതയാണ്. അത്രയും വലിയൊരു ഏകാന്തത അതിന് മുമ്പ് അവിടെ ഉണ്ടായിട്ടില്ല. അപ്പൊ അവർ ആ റൂമിലേക്ക് നടന്നു കയറുമ്പോ നിലാവ് ജനലിലൂടെ ഒരു നദി പോലെ, ഒരു തടാകം പോലെ ആ റൂമിനകത്ത് ഇങ്ങനെ തളം കെട്ടി കിടക്കുന്നുണ്ട്. അവരതിനകത്തേക്ക് ഒരു പായ വിരിച്ചിട്ട് കിടക്കുകയാണ്. അപ്പൊ എന്റെ മനസ്സിൽ എഴുതാൻ ആലോചിച്ചിരുന്നത്, ഏറെ നേരം നിലാവ് ആകാശത്ത് ഇങ്ങനെ നിൽക്കുമ്പോ ചന്ദ്രനെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോ ആ മരത്തിന്റെ ഷാഡോ, നിഴല് ജനാലയ്ക്കകത്തൂടെ വന്നിട്ട്, കാരണം പ്ലാവിന് ഇവരോട് ഞാൻ ഉണ്ടെന്ന് പറയണം, ഞാൻ എങ്ങും പോയിട്ടില്ല എന്ന് പറയണം. അപ്പൊ ഒരു നിഴലായിട്ട് വന്ന് ഇവരെ പതുക്കെ ഒന്ന് തൊട്ട് ഒരു പുതപ്പ് പോലെ ആ നിഴൽ കൊണ്ട് ഇവരെ പുതച്ച് ആശ്ലേഷിക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അതുവരെ അതിന് തൊട്ടു മുമ്പുള്ള വരെ എഴുതി നിന്നിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോ ഈ പായുടെ പുറത്തേക്ക് ഒരു കൈ വീണ് ഈ നിലാവിന്റെ ജലാശയത്തിലേക്ക് വീണ് കിടക്കുകയാണ്. ഒരു ക്ലോസ് ഷോട്ട് തന്നെയാണ് പ്രശ്നം. അതിലേക്ക് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കുമ്പോ സൗണ്ട് ട്രാക്കില് ശരിക്കും പറഞ്ഞാൽ ഈ മണ്ണ് പൊടിയുന്ന ശബ്ദത്തോടൊപ്പം പ്ലാവിന്റെ വേരിങ്ങനെ പിടഞ്ഞിട്ട് മണ്ണിന്റെ അടിയിൽ നിന്ന് പൊങ്ങി മുകളിലേക്ക് വരികയും ഇവരെ വിരലില് ഒരു കൊച്ചു കുഞ്ഞിന്റെ വിരല് പോലെ തൊടുകയും ചെയ്യുകയാണ്. നിർമ്മല വളരെ സ്വാഭാവികതയോടുകൂടി ഒട്ടും ഞെട്ടാതെ ആ കുഞ്ഞു വിരലിനെ പോലെ ആ പ്ലാവിന്റെ വേരിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് അവരെ നിദ്രയിലേക്ക് ഏറ്റവും ധൈര്യത്തോടുകൂടി പോകുന്നതാണ്. ശരിക്കും ഈ 2 കഥകൾ എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത്? നമ്മൾ കാണുന്ന ആളുകളെയും അനുഭവങ്ങളെയും നമ്മൾ എങ്ങനെ കൺസീവ് ചെയ്യുന്നു എന്നുള്ളതാണ്. യു ആർ വാട്ട് യു ഈറ്റ് എന്ന് നമ്മൾ പറയും, യു ആർ വാട്ട് യു ഡ്രസ് എന്ന് പറയും. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വായിക്കാനും എഴുതാനും ഇതുപോലെ വരയ്ക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ട് യു ആർ വാട്ട് യു റീഡ് ആണ്. അത് പുസ്തകം വായിക്കലല്ല, നമ്മുടെ മുന്നിൽ വരുന്ന അനുഭവങ്ങളെ, ആളുകളെ, നമ്മുടെ ചുറ്റുപാടുകളെ എങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുള്ളതാണ്, എങ്ങനെ ഉള്ളിലേക്ക് എടുക്കുന്നു എന്നുള്ളതാണ്. ആത്യന്തികമായി ഏത് പ്രതികാരത്തിന്റെ കഥ എഴുതിയാലും അതിനകത്തൊരു സ്നേഹത്തെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഓഫീസിന്റെ പരിസരത്ത് നല്ല ഏത് സാഹചര്യത്തിലും കഥകളുണ്ട്, ഏത് വേണമെന്നുള്ളതാണ്.